എവിടെ ഉസ്താദ് യാത്ര ചെയ്താലും ആ യാത്ര കൊണ്ട് നമ്മുടെ ദീനിന് എന്ത് ഗുണമാണ്, അതുപോലെ തന്നെ ആ സമ്മേളനം അല്ലെങ്കിൽ ആ യാത്ര പ്ലാൻ ചെയ്തവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്, ഇത്തരം കാര്യങ്ങൾ തൂക്കി നോക്കി അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഗുണമാണെങ്കിൽ മാത്രം അവിടെ നിൽക്കുക എന്നുള്ളൊരു പോളിസി ഉസ്താദ് ഒരുപാട് യാത്രയിൽ സ്വീകരിച്ചത് കാണാവുന്നതാണ്. അതെ. ഉസ്താദ് ഈജിപ്ത് യാത്രയിൽ ഒരിക്കൽ പ്രസിഡൻറ്റ് ഹുസ്നി മുബാറക്കിൻ്റെ ക്ഷണപ്രകാരം പോയപ്പോൾ അന്ന് ഉസ്താദിൻ്റെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് പെട്ടെന്നൊരു ദിവസം ഉച്ചൻ്റെ മുമ്പ് എന്നോട് ഉസ്താദ് പറഞ്ഞു, ടിക്കറ്റ് നാളേക്കുള്ളത് ഇന്ന് തന്നെ ആക്കണം. അവിടെ നമ്മുടെ കോൺഫറൻസിലെ ട്രാവൽ ഡെസ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എമിറേറ്റ്സിൻ്റെ ടിക്കറ്റാണ്, എമിറേറ്റ്സിൻ്റെ ഹെഡ് ക്വാർട്ടർ ദുബൈയിലാണ്, അവിടെ ബന്ധപ്പെടണം. എരഞ്ഞിമാവ് സലാം സക്കാഫിനെ ഞാൻ വിളിച്ചു. സലാം സക്കാഫി പറഞ്ഞു, നാളെ ഒരു ദിവസത്തിന് ഉള്ളത് ഇന്നേക്കാക്കണത് എന്തിനാണ്, ഉസ്താദിനോടത് നാളെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എന്തായാലും സമ്മതിക്കണില്ല. അവസാനം സലാം സക്കാഫി ദുബൈയിലെ എമിറേറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ബന്ധപ്പെട്ടവരെയൊക്കെ ആക്കി അന്ന് വൈകുന്നേരത്തിന് ടിക്കറ്റാക്കി. അങ്ങനെ തിരക്കൂട്ടി ഇവിടെ വന്നത് എന്തിനായിരുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ പിന്നെ ബോധ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫളുൽ ജിഫ്രി തങ്ങളവറുകളുടെ വഫാത്തിൻ്റെ സമയത്ത് ഉസ്താദ് കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടു. ആ അനുഭവം ഉസ്താദ് എങ്ങനെ ഓർത്തെടുക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ നല്ലതാണ്. സയ്യിദ് ഫളുൽ തങ്ങളുമായുള്ള ബന്ധം വളരെ വലിയ ബന്ധമാണ്. പണ്ട് ഞാൻ ചെറിയ വിദ്യാർത്ഥിയായ കാലത്ത് കോഴിക്കോട്ട് സയ്യിദ് ഫളുൽ തങ്ങളെപ്പോലെ പേരുള്ള ഒരാൾ ഇല്ല. പക്ഷെ അദ്ദേഹത്തെ കാണാനൊന്നും എല്ലാവർക്കും കഴിയില്ല. അദ്ദേഹത്തെ സംഘടനാ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു വലിയ പ്രവർത്തകനെന്ന ബന്ധം എനിക്കുണ്ട്. കോഴിക്കോട്ട് നടന്ന കുറ്റിച്ചിറയിലും പരിസരത്തും നടന്ന എല്ലാ പരിപാടികളിലും അധ്യക്ഷം വഹിപ്പിക്കുകയും അങ്ങനെ തങ്ങളെ സംഘടനാ രംഗത്തേക്ക് കൂടുതൽ കൊണ്ടുവരികയും ചെയ്യുന്നതിൽ എനിക്ക് ഒരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. ആ നിലക്ക് മഹാനായ തങ്ങളവറുകളുടെ മഹത്വം കോഴിക്കോട്ടുകാർ പിന്നീടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കുറ്റിത്തറയിൽ നടന്ന ഒരു വാദപ്രതിവാദം, മുജാഹിദുകളുമായി നടന്ന വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിൻ്റെ ദിവസം പകൽ സമയം മുഴുവനും ഞാൻ, ഹസൻ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കെ വി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ ബഹുമാനപ്പെട്ട സയ്യിദ് ഫളുൽ തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയാണ് കിതാബ് നോക്കിയതും എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുള്ളതും. അങ്ങനെ അന്ന് തന്നെ തങ്ങളുമായി വളരെയധികം ബന്ധമുള്ള ഒരാളാണ് എന്ന നിലക്ക് ആണ് ഞാൻ പോന്നിട്ടുള്ളത്. അവിടുത്തെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു വലിയ ഹൗദായിരുന്നു. പിൻകാലത്ത് ഹൗദിൽ നിന്ന് ആളുകൾ ഒതുവെടുക്കലൊക്കെ നിർത്തി. ആ സമയത്ത് പ്രത്യേകിച്ച് കോഴിക്കോട്ട് വെള്ളം ഒരു കലർപ്പാണ്. ഞാൻ ഹൗദ് തൂർക്കുകയും അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയും ചെയ്തത് ഞാനാണ്. അങ്ങനെ ആ പള്ളി ഉണ്ടാക്കിയ കാരണത്താൽ അവിടെ ജമാഅത്തിന് ധാരാളം ആളുകൾ സംബന്ധിക്കുകയും ദിക്റിന് വരുന്ന ആളുകൾക്കൊക്കെ അകത്ത് സ്ഥലമില്ലെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും ബഹുമാനപ്പെട്ട തങ്ങളുമായും അവരുടെ മുൻഗാമികളായ സയ്യിദ് മുഹമ്മദ് ഇബ്ൻ ഷെയ്ഖ് ജിഫ്രി
ഷെയ്ഖ് ജിബ്രീൽ കോഴിക്കോട്ടുകാർ പറയുന്ന മഹാനവറുകളുടെ കന്തുൽ ബറാഹീൻ എന്ന കിതാബ് അച്ചടിക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ കയ്യെഴുത്ത് കോപ്പി ജിബ്രീലുണ്ടായിരുന്നു. അത് എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷമാണ് ആ കിതാബ് യമനിലുള്ള ചില ആളുകൾ അച്ചടിച്ചപ്പോൾ അതിനൊരു കോപ്പി നമ്മൾ വാങ്ങുകയും ജിബ്രീൽ വഖഫായിട്ട് വെക്കുകയും ചെയ്തിരുന്നു. വഖഫല്ല അവിടെ എല്ലാവർക്കും നോക്കാൻ വേണ്ടി പൊതുവായി വച്ചിരുന്നു. അതും തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മർക്കസിലേക്ക് കൊടുത്തയച്ച് ഈ കിതാബ് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെ ദീനീ രംഗത്തുള്ള എല്ലാ നേതൃത്വവും കോഴിക്കോട് അങ്ങാടിയിലും പരിസരത്തും ബഹുമാനപ്പെട്ട സയ്യിദ് ഫضൽ തങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുമായുള്ള ബന്ധം വഫാത്തിൻ്റെ ദിവസം വരെ എനിക്ക് വളരെ ശക്തിയായിരുന്നു. എത്രത്തോളം അവർ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഒരു എർണി ഓപ്പറേഷനാണ് ചെറിയ, ആ ഓപ്പറേഷന് പോലും ഞാനവിടെ പോയി റൂമിൽ നിന്ന് പരിസരത്ത് നിന്നിട്ട് തങ്ങളെ സമാധാനിപ്പിച്ചിട്ടാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ എല്ലാ സമയത്തും ഓപ്പറേഷനാവട്ടെ മറ്റു വല്ല ചികിത്സയാവട്ടെ ആവശ്യമുള്ള തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ മുഖേനയാണ് തങ്ങൾ ചെയ്തിട്ടുള്ളത്. അത്രയും വലിയ ബന്ധമായിരുന്നു മരണം വരെ ഉണ്ടായിരുന്നത്. അത് വലിയ കബീലാണല്ലോ, ഷിഹാബ് എന്ന് പറയുന്ന കബീലാണ്. ജഫരിയാണ്, ഉമ്മൻ്റെ ഭാഗം ജഫരിയാണ്, പാപ്പൻ്റെ ഭാഗം ഷിഹാബാണ്. രണ്ട് ഭാഗത്തും കൂടിയുള്ള വലിയ മഹത്വം ഒരുമിച്ച് കൂടിയ ആളായിരുന്നു. അല്ലാഹു തആല അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ അല്ലാഹു ഒരുമിച്ച് തരട്ടെ. വളരെ വിദൂര യാത്ര, അത്തരം യാത്രകളിൽ പലപ്പോഴും മടക്കം മുൻകൂട്ടി തീരുമാനിച്ച ദിവസത്തേക്കാൾ 1-2 ദിവസം മുൻകൂട്ടിയാക്കുന്ന ഒരു പതിവ് ചില യാത്രകളിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി പറയാം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളും ഒരുമിച്ച് മലേഷ്യയിൽ പോയി. മലേഷ്യയിൽ യാത്ര തീരുമാനിച്ച ഷെഡ്യൂൾ പ്രകാരം തിരിച്ചു പോരേണ്ടതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഉസ്താദ് പറയുന്നു, എനിക്ക് നാളെ തന്നെ തിരിച്ചു പോകണം. വളരെയധികം ക്യാഷ് ചിലവുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഉസ്താദിൻ്റെ യാത്ര കുറച്ച് നേരത്തെ ആക്കണം. ഉസ്താദ് അന്ന് പറഞ്ഞ കാരണം എനിക്ക് ബുഖാരി ദർസ് നടത്താത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഇനി എന്ത് കിട്ടിയിട്ടും സമാധാനം വരുന്നില്ല എന്നാണ്. അങ്ങനെ മലേഷ്യയിൽ നിന്ന് ഉസ്താദ് സയ്യിദ് അലി ബാഫഖി തങ്ങളും ഞാനും തിരിച്ചു പോരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നേരത്തെ തന്നെ ടിക്കറ്റാക്കി യാത്ര ചെയ്തു. ഉസ്താദ് ഇവിടെ എത്തിയ തൊട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ആ വാർത്ത കേൾക്കുന്നത്. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വലിയ ഭീകരാക്രമണം നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ പല എയർപോർട്ടുകളിലുമൊക്കെ നിയന്ത്രണം വളരെ ശക്തമാണ്. ഉസ്താദ് അന്ന് പോന്നിട്ടില്ലായിരുന്നു എങ്കിൽ പിന്നെ ഈ എയർ ട്രാഫിക്കും കൺട്രോളും കാരണമായിട്ട് ആ യാത്ര പിന്നെയും വൈകുമായിരുന്നു എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാരണം. ഉസ്താദ് ഈ ബുഖാരി ദർസിന് വേണ്ടി ഇത്രയും താല്പര്യം കാണിച്ച് അവർ പക്ഷേ അവിടെ നിന്നിരുന്നെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് തന്നെ മറ്റുള്ളവരുടെ പക്കൽ നിന്ന് നല്ല സാമ്പത്തിക സഹായമൊക്കെ കിട്ടും എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു തിരക്ക് കാണിച്ചത് അതിൻ്റെ കാരണം എന്തായി? അല്ലാഹു തആല ഇത് കണക്കാക്കിയിട്ടായിരിക്കാം അതിനൊരു സബബ് വെച്ചതാണ്.
ബുഖാരി ദർസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബാഖിയാത്തു സാലിഹാത്തുള്ള പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് മുത്തവ്വൽ ക്ലാസ് ചേരാൻ പരീക്ഷയിൽ വിജയം കിട്ടിയെങ്കിലും ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മഹുല്ലാ ബുഖാരി മുഖ്തസർ ക്ലാസ്സിലാണ് അവിടെ ആദ്യം തല തുടങ്ങി ദർസ് നിർത്താറുള്ളത്. ആ ദർസിലൊന്ന് പങ്കെടുക്കണമെന്ന ഉദ്ദേശത്താൽ ഞാൻ മുത്തവ്വല് കിട്ടിയെങ്കിലും ഞാൻ ഒരു കൊല്ലം കൂടി അധികം വേണം എന്നവരോട് പറഞ്ഞ് മുഖ്തസറിൽ ചേർന്ന് മൂപ്പരുമായിട്ട് അത് ബുഖാരി ഓതി. അങ്ങനെ പിന്നീട് ഞാൻ അവരുമായിട്ടൊരു ബന്ധമുണ്ടായത് അവർ എപ്പോഴും രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ഒതുവെടുക്കാതെ പിന്നെ ഉറങ്ങൂല. അങ്ങനെ പതിവ് ഹസ്രത്തിനുണ്ടായത്. ഞാൻ ഹസ്രത്തിൻ്റെ റൂമിൻ്റെ തൊട്ട് അടുത്ത് മൂന്നാമത്തെ റൂമിലാണ് താമസിച്ചിരുന്നത്. അന്ന് കറണ്ട് ഇല്ല, പൈപ്പില്ല, ഒന്നുമില്ലാത്ത കാലം. രാത്രി ഉറക്കം വളരെ കുറഞ്ഞ അദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ താഴെ പോയി കോണി ഇറങ്ങിയിട്ട് വെള്ളം കൊണ്ടുവരണം. അതിന് ചിലപ്പം അദ്ദേഹത്തിനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് 2-3 പ്രാവശ്യം ഉറക്കിലൊന്ന് എഴുന്നേറ്റ് പോയാൽ പിന്നെ ഉതുവെടുക്കാൻ വെള്ളം വേണം. ആ സമയത്ത് വന്ന് മെല്ലെ എൻ്റെ റൂമിൽ അവിടുത്തെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് മേടിയിട്ട് മുട്ടും. അപ്പോൾ ആ വിരലുകൊണ്ട് മേടിയാൽ അത് ഹസ്രത്താണ് എന്ന് എനിക്ക് മനസ്സിലാവും. ഇങ്ങനെ ഞാൻ പോയിട്ട് കിണറിലൊന്ന് വെള്ളം മുക്കി കോരി താഴെ നിന്ന് കൊടുക്കും. അപ്പോൾ കോണി ഇറങ്ങാനും കയറാനും ഒന്നും ഹസ്രത്തിനെ കൊണ്ട് തന്ന് കഴിയില്ലാത്തത് കൊണ്ട് ആണ് ഞങ്ങളുടെയൊക്കെ സഹായം അവർ സ്വീകരിക്കുന്നത്. ആ സഹായം ചെയ്തതിൻ്റെ പേരിൽ ഞാനും അദ്ദേഹവുമായി വളരെ കൂടുതൽ ബന്ധമായിരുന്നു മറ്റുള്ള വിദ്യാർത്ഥികളെക്കാൾ. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ദർസ് തുടങ്ങുമ്പോൾ ഹസ്രത്തിനെ കൊണ്ട് ദർസ് തുടങ്ങിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുകയും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് സ്വീകരിക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ മങ്ങാട് ജമാഅത്ത് പള്ളിയിലേക്ക് അന്ന് ശരിയായൊരു കാറ് വരെ വരാത്ത സമയമാണ്. അവർ അത് ഏറ്റു. ജുമാക്ക് അവിടെ എത്തി. ജുമാ കഴിഞ്ഞ ഉടനെ എന്താ കിതാബ് തുടങ്ങുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബുഖാരി എടുത്തോന്ന് പറഞ്ഞ് അങ്ങനെ സഹീഹുൽ ബുഖാരി എടുത്ത് അന്ന് തന്നെ തുടങ്ങി തന്ന്. ആ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞാൻ അത് തുടർച്ചയായി ഇത്രയും കൊല്ലം ദർസ് നടത്തി വരുന്നത്. അതിലെനിക്ക് വലിയൊരു ഭാഗ്യം ഷെയ്ഖിനെ കൊണ്ട് കിട്ടുകയും അദ്ദേഹത്തിൽ നിന്ന് പല മാലൂമാത്തുകളും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം ട്രെയിനിൽ വരുമ്പോൾ ഒരു മുസ്ലിയാർ ഷെയ്ഖ് ഹസ്രത്തിൻ്റെ ദർസത്തിൽ പവർ പറയാൻ എന്താ മൂപ്പരി ഫത്തുൽ ബാരിയും ഖത്തലാനും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പാടലല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ബാക്കിയുള്ളവരൊക്കെ ജിബ്രീൽ ഇറങ്ങിയിട്ട് വഴി ഇറങ്ങിയിട്ട് പറയല്ലോ ഇതെന്നല്ലേ ഇരുമ്പ് എന്ന് പറയുന്നത്. എല്ലാ കിതാബുകളിലും ഉള്ളതൊക്കെ നോക്കി അതിനിടയിലുള്ള താറുകൾ തീർത്ത് മദ്ഹബുകളിൽ മുഖ്താർ പറഞ്ഞു തന്ന് അതല്ലേ ദർസ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനത്തെ നല്ല അധ്വാനശീലനായ ആളായത് ഹസ്രത്ത് ദർസ് നടത്തുന്നതിൽ അങ്ങ് വായിച്ചുകൂടലൊന്നുമല്ല. ഒക്കെ രാത്രി സമയത്ത് നോക്കി മുത്താല ചെയ്ത് ഈ ഹാശികളൊക്കെ തമ്മിൽ വല്ല വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് അങ്ങനെ പിറ്റേന്ന് പറഞ്ഞു തരും. അതാണ് ഞാനിപ്പോൾ സഹീഹുൽ ബുഖാരിക്ക് സറഹിപ്പ് ഞാൻ എഴുതുന്നുണ്ടല്ലോ. ആ എഴുതാനും കാരണതാണ് ഇന്നത്തെ മുത്തഅല്ലിമീങ്ങൾ ഫത്തുൽ ബാരി, ഖസ്തലാനി, ഐനി അതുപോലെ മറ്റുള്ള പല കിതാബുകളുണ്ട്. അതൊന്നും നോക്കാൻ മടിയന്മാരാണ് അധിക പേരും. അപ്പോൾ അവർക്ക് ആ മടിയന്മാരായ ആളുകൾക്ക് ഫത്തുൽ ബാരി എന്ത് പറഞ്ഞോ
കസ്തല്ലാനി എന്ത് പറഞ്ഞു, അതുപോലെ മറ്റുള്ള ശാരീരികങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കാനുള്ള ഒരു സാറാണ് ഞാനിപ്പോൾ എഴുതുന്നത്. അല്ലാതെ ഇവരൊന്നും എഴുതിയതിൻ്റെ മേലെ വേറെ തഹക്കീക്ക് എഴുതാനൊന്നും എനിക്ക് കഴിവില്ല, എൻ്റെ ഉദ്ദേശവുമില്ല. അപ്പോൾ അതിലൊക്കെ പറഞ്ഞത് എന്താണെന്നും അതിൻ്റെ ഖിലാഫുകൾ എന്നതാണെന്നും എടുത്തുദ്ധരിച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തആല അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഏൽപ്പിക്കരുതെന്നുള്ള തേട്ടവും എനിക്കുണ്ട്. അല്ലാഹു തആല സാധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ബുഖാരി ദർസുമായിട്ട് എത്രമാത്രം വലിയ ബന്ധമാണ്, ആ ബന്ധത്തിൻ്റെ തുടക്കം നമ്മൾ കേട്ടു. ഉസ്താദ് ബാക്കിയാത്ത് നിന്ന് വാക്കവിയായി വന്ന് ആദ്യത്തെ ദർസ് തന്നെ മർഹൂം ഷെയ്ഖ് ഹസൻ നസ്രത്ത് തുടങ്ങിക്കൊടുക്കുന്നത് ബുഖാരി കൊണ്ടാണ്. നമുക്കറിയാം, മർക്കസിന് വളരെ കൂടുതൽ ചെലവും കടവും ബാധ്യതയും ഒക്കെ ഉള്ള സമയത്ത് വിദേശ രാജ്യങ്ങളിൽ ഉസ്താദ് പോയാൽ അവിടെയുള്ള നമ്മുടെ മലയാളികളായ പ്രവാസികളാണല്ലോ നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇക്കണോമിയെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതും അവരാണ്. ഉസ്താദ് അവിടെ ഒരു ദിവസം നിന്നാൽ ഈ സ്ഥാപനത്തിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. എന്നല്ല, പലപ്പോഴും ഉസ്താദ് പോന്നതിന് ശേഷം ഞങ്ങളോട് ആ നാട്ടിലെ പ്രവാസികൾ പറയുമായിരുന്നു, ഉസ്താദ് ഒരു 2 ദിവസം കൂടി നിന്നണമെങ്കിൽ ഞങ്ങൾ എത്ര പൈസ വേണ്ടത് അത്ര പിരിച്ചു തരുമായിരുന്നു. പക്ഷേ ഉസ്താദ് അതിനേക്കാളും പ്രധാനമാണ് ബുഖാരി ദർസിന് കൽപ്പിച്ചിരുന്നത്. 5 പതിറ്റാണ്ട് കാലം ബുഖാരി ദർസ് നടത്തിയതിനു ശേഷം 2014 ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ആദ്യമായിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയ രംഗം നമുക്കൊന്ന് ഉസ്താദിനോട് ചോദിക്കാം. എത്രമാത്രം വലിയ അനുഭൂതിയായിരുന്നു ഉസ്താദ് ആദ്യമായിട്ട് ബുഖാരി ഇമാമിനെ സന്ദർശിച്ചപ്പോൾ? അന്ന് ബുഖാരി ഇമാമിൻ്റെ ഖബർ ഒരു കുഴിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ ആയിരുന്നല്ലോ, ബേസ്മെൻറ്റിലായിരുന്നു. പിന്നെ അപ്പോൾ ഞാനും നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ടായില്ല, നിങ്ങളുണ്ട്. ഇങ്ങനെ അവിടെ അടുത്ത് ചെന്നൊന്ന് സിയാറത്ത് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പേരോട് അതുപോലെ PSK എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ നിങ്ങളോട് എനിക്കതിൽ കൂടുതൽ ഒരു സ്നേഹവും ആ വിഷയത്തിൽ അന്നത്തെ സിയാറത്തിലുണ്ട്. നിങ്ങൾ ചെന്ന് ഒരു പോലീസുകാരനെ വറാവുകാരനെ കണ്ട് അയാളോട് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങിപ്പോകാൻ സമ്മതം വാങ്ങി. 4 ആൾക്ക് സമ്മതം വാങ്ങി. അപ്പം അന്ന് അവിടെ വെച്ചിട്ട് അവിടുത്തെ തലക്ക് എൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു ബുഖാരിൻ്റെ ഹദീസ് വായിക്കണം എന്ന ഉദ്ദേശമായിരുന്നു എനിക്ക് ഉള്ളത്. ആ ഉദ്ദേശം അല്ലാഹു തആല നമുക്ക് സാധിപ്പിച്ചു തന്നു. നിങ്ങളുടെ ശുപാർശ കൊണ്ട് ആ പോലീസുകാരനെ സ്വീകരിച്ച് നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിലൊക്കെ പോയി. ഈ പ്രാവശ്യം രണ്ടാമത് നമ്മൾ പോയപ്പോൾ അതൊക്കെ പൊളിച്ചു വയ്ക്കുന്നു. ബേസ്മെൻ്റൊന്നും അല്ലാത്ത വിധത്തിൽ തന്നെ ഒന്നായിട്ട് ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് ഇമാം ബുഖാരി തങ്ങളുടെ ഖബറിൻ്റെ മുകളിലുള്ള കുബ്ബയും അവിടെ പരിസരത്തുള്ളൊരു മസ്ജിദും ഓഫീസും എല്ലാം കൂടി ഏകദേശം 1 ഏക്കർ സ്ഥലത്തോളം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അബ്ദുൽ ഹക്കീമിൻ്റെ മകൻ ഹാമിദും അതുപോലെ തന്നെ നമ്മുടെ ഫൈച്ചിയുടെ മകൻ ഹസീബും 2 ആളും കൂടി പോയി കമ്മിറ്റിക്കാരെ കണ്ട് കമ്മിറ്റിയോട് വളരെ കീണപേക്ഷിച്ച് കുറച്ചുകൂടി ആളെ കടത്തണമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ നിങ്ങൾ ഒരു 10 വീതം അങ്ങോട്ട് ഇറങ്ങിക്കോളിന്നൊക്കെ ഒരു മൂളിയ സമ്മതം കിട്ടി. ഏതായിരുന്നാലും ആ സമ്മതത്തിൽ ഞങ്ങളിങ്ങോട്ട് വരുമ്പം പിന്നെ അവിടെ ആളെ എണ്ണമൊന്നുമില്ല.
നമ്മളെ യമനിലെ മർബൻ ഹഫീദും ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടി അങ്ങോട്ട് കടക്കുന്നതോടുകൂടി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഒന്നായിട്ട് അവിടെ കടന്ന് വന്ന് അവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ യാസീനും തബാറക്കയും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ഓതി, ഫാത്തിഹയും ഖിറാസും മാവേത്തേനി ഓതി വളരെ നേരം ദുആ നടത്തി. അള്ളാഹു തആല വലിയ സൗകര്യം ചെയ്തു തന്ന്. പിന്നെ ഈ പ്രാവശ്യം ചെന്നപ്പോൾ ആ നാട്ടുകാരായ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ ഞങ്ങളെ വല്ലാതെ സഹായിച്ചു. ഒരു ഹോട്ടൽക്കാരനുണ്ട്, ജുനൈദ്. അയാൾക്ക് 2 ഹോട്ടലുണ്ട്. അയാൾ ആ ഹോട്ടലിൽ തന്നെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഭക്ഷണം തന്ന്. എന്ന് പറഞ്ഞാൽ അറുക്കാത്ത ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകൾ വേറെ മറ്റ് മതക്കാരുടേതുണ്ട്. അതിലൊന്നും ഞങ്ങൾ പോകരുത് എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം നമ്മളെ സൽക്കരിച്ചു. പിന്നെ ഇമാം ബുഖാരി തങ്ങളുടെ അടുക്കൽ ഇഷ്ടം പോലെ സമയത്ത് ഇരിക്കാനും ദുആ ചെയ്യാനും ദർസ് നടത്താനും എല്ലാം സാധിച്ചു. വലിയൊരു അത്ഭുതമുള്ള കാര്യം തന്നെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾക്കും അറിയുമല്ലോ. മൗത്ത് ചോദിക്കാൻ പാടില്ല. ഇതാക്കാൻ മൗത്ത് ഹയാത്ത് കൊല്ലമാക്കാൻ മൗത്തു കൊല്ലമാക്കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി ഫാഹിയനി അൽ ഇസ്ലാം കുല്ലമാക്കാൻ മൗത്തു ഖൈറൻ ലി ഫാമിത്തിനി അൽ ഈമാൻ. എനിക്ക് അഥവാ ദുആ ചെയ്തേ പറ്റുമെങ്കിൽ ഹയാത്ത് ഖൈറാവുന്ന കാലത്ത് ഹയാത്ത് ഇസ്ലാമയായി ജീവിക്കാനും മരിക്കൽ ഖൈറാകുമ്പോൾ മരിക്കാനും ഈമാനോടുകൂടി മരിക്കാനും ചോദിച്ചു. എന്നല്ലാതെ മൗത്ത് ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്ന് ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിലൂടെ രേഖപ്പെടുത്തി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് അതിനേക്കാളും വലിയ ശക്തമായ ബുദ്ധിമുട്ടായിരുന്നു ശത്രുക്കൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്തിരുന്നത് എന്ന് നോക്കിയാൽ എൻ്റെ ബുഖാരിയുടെ മുഖദ്ദിമയിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. മഹാനവർക്ക് പറഞ്ഞു, യാ അല്ലാഹ് ലാഖത്തിൽ അർളു വലാകിന്നി അഖാഫു അൻ അഖൂമ ഹുനാ ഫഖബ്ദിനി ഇലൈക ബിറഹ്മതിക. അല്ലാഹുവേ, ഭൂമി വളരെ വിശാലമാണ്, എന്നാലും എൻ്റെ എൻ്റെ ജീവിതം വളരെ കുടുസായിരിക്കുന്നു. ഇനി എനിക്കിവിടെ നിൽക്കാൻ എൻ്റെ ശത്രുക്കൾ എന്നെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നീ എന്നെ അങ്ങോട്ട് പിടിക്കണം എന്ന് ദുആ ചെയ്തതായി നമുക്ക് കാണാവുന്നതാണ്. അത്ര വലിയ ശത്രുതയായിരുന്നു ഇമാം ബുഖാരിയോട് ആ കാലഘട്ടത്തിലുള്ള ചില ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ആ ശത്രുതയെല്ലാം സഹിച്ച് ജീവിച്ച് എത്രത്തോളം പരിശുദ്ധ ഖുർആൻ മഖ്ലൂക്കാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർക്കെതിരായി ഖുർആൻ മഖ്ലൂക്കല്ല, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ഇമാം ബുഖാരി അവരുടെ ഭാഗത്താണെന്ന് കള്ളത്തരം പ്രചരിപ്പിച്ച ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. അവരുടെ ആ കള്ളത്തരത്തിനെ ഗണ്ണിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്, ഖുർആൻ ഗൈറു മഖ്ലൂക്കാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് തന്നെ എഴുതിയിട്ട് ലൈസ ബി ഖാലിഖിൻ വലാ മഖ്ലൂഖിൻ, ഖുർആൻ ഖാലിഖുമല്ല മഖ്ലൂഖുമല്ല എന്നൊരു കിതാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും അധികം ശത്രുക്കൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എതിരാളികൾ ഇമാം ബുഖാരിയെ ആക്രമിക്കുകയും എതിർക്കുകയും ചെയ്തപ്പോൾ ഇങ്ങനെ ദുആ ചെയ്യേണ്ടി വന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ അല്ലാഹു തആല അവരുടെ ഈ കിതാബിന് ലോകത്ത് പ്രചാരം നൽകുകയും പ്രസിദ്ധി കൊടുക്കുകയും ചെയ്തു എന്നത് ഒരു സത്യമാണ്. അല്ലാഹു അവരുടെ എല്ലാ ബർക്കത്ത് കൊണ്ട് നമ്മളെയും മുത്തഅല്ലിമീങ്ങളെ എല്ലാവരെയും
സ്വാലഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ എന്ന് ആമീൻ. ദുആ ചെയ്യുന്നു. ഉസ്താദ് 2014 ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ കാണാൻ പോയി. അവിടെ നിന്ന് ബുഖാരിയിലെ ഏതാനും ഹദീസുകൾ ദർസ് നടത്താൻ അവസരം ലഭിച്ചു. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് അഥവാ 2024 ഉസ്താദും അതുപോലെ തന്നെ ഹബീബ് ഉമർ ബിൻ ഹഫീദും അടക്കം പല നാടുകളിൽ നിന്ന് വന്ന നൂറുകണക്കിന് മുഹിബ്ബീങ്ങൾക്ക് ബുഖാരി ദർസ് നടത്താൻ സാധിച്ചു. ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഇമാം ബുൽഖീനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ മഹാന്മാർ ദർസ് നടത്തിയ ജാമിഉൽ അസ്ഹറിൽ ഉസ്താദ് ദർസ് നടത്തിയതിന് സാക്ഷിയായി ഞാനും ഉണ്ടായിട്ടുണ്ട്. ഉസ്താദ് തന്നെ ആ കാര്യം ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാവും. അത് ഒക്കെ നമ്മളെ ഉസ്താദന്മാരുടെയും ശൈഖന്മാരുടെയും ബർക്കത്ത് കൊണ്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഫ്തി അലി ജുമുഅ ഇവിടെ വിസിറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ആദ്യമായി ചെല്ലുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് അവിടുത്തെ ആലിമീങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തന്നു. അപ്പോൾ ഈ മഹാന്മാരായ ആളുകളൊക്കെ ഇരുന്ന് ദർസ് നടത്തിയ ആ സ്ഥലത്ത് തന്നെ, അതായത് അവിടുത്തെ മെമ്പറിൻ്റെ താഴെ കുറച്ച് വലഭാഗത്തായിട്ട് ഇരുന്ന് അൽ-അവായിൽ സുംബുലിയ എന്ന പേരിലുള്ള ഒരു കിതാബ് തന്നെയുണ്ട്. സിഹാഹുസിത്തൻ്റെയും മറ്റ് ഹദീസിൻ്റെ കിതാബുകളുടെയും അവലുകൾ മാത്രം ഒരുമിച്ച് കൂട്ടിയ മുഹമ്മദ് സുംബുൽ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് അൽ-അവായിൽ സുംബുലിയ എന്ന് അറിയാമല്ലോ. ആ അവായിൽ സുംബുലിയ വായിച്ച് അതിൻ്റെ പുറമെ എനിക്ക് ഷെയ്ഖ് അബുൽ ഫൈദ് മുഹമ്മദ് യാസീൻ അൽ ഫാത്താനി റഹ്മത്തുള്ളാഹി അലൈഹി മക്കൽ മുക്കറമയിലുള്ള ഒരു മുദരിസായിരുന്നുവല്ലോ അവർ പല മുസൽസലാത്തുകളിൽ അത്രയും അധികം ഒരുമിച്ച് കൂട്ടിയ മറ്റൊരാളെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ മുസൽസലാത്തുകളിൽ നിന്ന് എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ളതും ഈ മിസ്രിലുള്ള ആളുകളത്ത് ധാരാളം ഹദീസുകളുണ്ടെങ്കിൽ പോലും ഈ അവായിലുകളൊന്നും ഇദ്ദേഹത്തിൽ നിന്നോ മറ്റാളിൽ നിന്നോ കിട്ടാത്തതുകൊണ്ടും അതും എന്നോട് ഇജാസത്തായിട്ട് ഓതിക്കൊടുക്കാൻ പറയുകയും വായിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് വലിയൊരു ഹദ്ദാണ്. യഥാർത്ഥത്തിൽ വലിയ വലിയ മഹാന്മാർ ദർസ് നടത്തിയ ആ സ്ഥലത്താണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലത്ത് ഇമാം സുബ്കി ചെന്ന സമയത്ത് ചൊല്ലിയ ബെയ്ത്തുണ്ടല്ലോ, ഏറ്റവും വലിയ മഹാനായ ഇമാം നവവിയുടെ ആ സ്ഥാനത്ത് ഇരുന്ന് എനിക്ക് ദർസ് നടത്താൻ കഴിയില്ല, എന്നാലും ആ ബർക്കത്തിന് വേണ്ടി അമസ്സു ബിഹർരി വജ്ഹി ലഅലി അൻ അനാല ബിഹാ ബിഹുർരി വജ്ഹി ബിഹർരി വജ്ഹി മക്കാനൻ ഖദമുൻ നവാവി. അത് ഇമാമ് എൻ്റെ അവിടുത്തെ കദമ തൊട്ട സ്ഥലത്ത് എൻ്റെ മുഖം ഞാനിതാ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുഖത്തിനെ വെറുതെ തബറുക്കെടുത്ത സുബ്കി ഇമാമിൻ്റെ ചരിത്രങ്ങളൊക്കെ ഓർത്തിട്ട് ആണ് ആ സ്ഥലത്ത് തബറുക്കിന് വേണ്ടി ഇരുന്ന് 2 വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ ഉസ്താദന്മാരുടെ ബർക്കത്ത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഉസ്താദന്മാരെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ ഉസ്താദന്മാരും, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മുസ്ലിയാർ കിഴക്കോത്ത്, അതിനുശേഷം പിന്നീട് KK അബൂബക്കർ ഹദ്റത്ത് താനൂർ കൊച്ചിൻ, പിന്നീട് പോക്കറുകുട്ടി മുസ്ലിയാർ വാവാട്, ഇവരൊക്കെ വലിയ ഔലിയാക്കളെ പോലെ ഉള്ള മഹാന്മാരായിരുന്നു. അവരുടെ എല്ലാവരുടെയും പൊരുത്തവും അവരുടെ ദ്വായം കൊണ്ടായിരിക്കണം എനിക്ക് ഇതിന് ഹദ് കിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്.
അവസാനത്തെ എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം സൈനുദ്ദീൻ ബിൻ അലി ഹസൻ അൽ മഖ്ദൂമി റഹ്മത്തുള്ളാഹി അലൈഹി ഓക്കെ ഉസ്താദ് എന്ന പേരിൽ എല്ലാവരും വിളിക്കാറുള്ള ഇന്ത്യൻകുട്ടി ഉസ്താദ് എന്ന് പറയാറുള്ള ബഹ്റുൽ ഉലൂമിൻ്റെയും എല്ലാ പൊരുത്തവും ലഭിച്ചത് കൊണ്ടായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹ്റുൽ ഉലൂം ഒരിക്കൽ ആ കോട്ടക്കൽ നടക്കുന്ന വലിയ ഒരു ഹാളിൽ ഞങ്ങൾ ക്ലാസ് നടക്കുമ്പോൾ അതിന് അധ്യക്ഷ വഹിക്കാൻ വന്നു. പക്ഷേ കോണി കയറാൻ കഴിയാത്ത കൊണ്ട് താഴെ നിന്ന് ദുആ ചെയ്ത് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു, എന്താ എല്ലാവർക്കും ഇവിടെ പ്രസംഗിക്കാതെ ഏൽപ്പിക്കെന്താ പ്രസംഗിച്ചൂടെ, പ്രസംഗിക്കട്ടെ, മൂപ്പർക്കായിട്ട് പ്രസംഗിക്കാൻ പാടില്ല എന്ന നിയമം, അത് പോണ വയ്ക്ക് പോട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞ്. അതുപോലെ തന്നെ നബിദിനത്തിന് ഏഴാവലൂമിൽ എല്ലാ കൊല്ലവും ഞാൻ പോവും. അവസാന കൊല്ലം ഉസ്താദ് വഫാത്താവുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള റബീഉൽ അവ്വലിൽ സുന്നയിൽ ഞാൻ ചെല്ലുമ്പോൾ ഉസ്താദ് പോകാൻ ഒരുങ്ങി ഇങ്ങനെ നിൽക്കാൻ ക്ഷീണമാണ്, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാം എന്ന് പറഞ്ഞിങ്ങനെ കസാലമേൽ മുറ്റത്ത് കസാലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഏതായാലും നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, നിങ്ങളെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്, ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെ തീരുന്നവരെ അവിടെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് അങ്ങനെ അതിന് ശേഷമാണ് ഇനി നല്ലോണം പ്രസംഗിച്ചോളി എന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അവരൊക്കെ ഉള്ള ആ ബഹുമാനവും ഓരോ ദുആയും ബർക്കത്തും ആണ് ഇതെല്ലാം കിട്ടുന്നത് എന്ന് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹു അവരെയും നമ്മളെയും റസൂലുള്ളാഹിൻ്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഉസ്താദിൻ്റെ കൂടെ വന്നിട്ടുള്ള നേരിട്ടുള്ള അനുഭവം ഇല്ലെങ്കിലും മറ്റു ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉസ്താദ് ഹറമിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് തന്നെ അറിയൂല, മറ്റുള്ളവർക്കും അറിയലുണ്ടാവില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും ഹറമിൽ ദർസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് പോകുമ്പോഴൊക്കെ കപ്പലിലാണല്ലോ പോയത്. ആദ്യത്തെ 2 പോക്ക് 1968 പിന്നെ 74 2 പ്രാവശ്യം കപ്പലിലാണ് പോയത്. കപ്പലിൽ പോയാൽ ഒരു 1.5 മാസം മക്കത്ത് താമസമുണ്ടാവും. അന്ന് മഗ്‌രിബ് നിസ്കരിച്ചാൽ ഇശാ വരെ ഓരോ തൂണിൻ്റെയും വരട്ട് ഓരോ മുദ്രിസ്മാരുണ്ടാകും. അന്ന് മലയാളികൾക്ക് ഹജ്ജിൻ്റെ മസല പഠിപ്പിച്ച് കിടക്കുന്ന മുഹമ്മദ് മുസ്ലിയാർ എന്നൊരാളുണ്ടായത്, മലയാളി. അയാൾ ഈവാഹ് തീർത്ത് നടത്തും. അങ്ങനെ അദ്ദേഹത്തിന് ശബ്ദം എടുക്കാൻ കഴിയാതായി വയസ്സായപ്പോൾ എന്നോട് പറഞ്ഞ് തീർത്ത് നടത്താൻ. അങ്ങനെ ഞാൻ അവിടെ പോയി അനുവാദം വാങ്ങി. അവർ തന്നെ അനുവാദം വാങ്ങിച്ചെന്ന് ഹറമിൽ തീർത്ത് നടത്തണമെങ്കിൽ അനുവാദം വേണം. പരിചയപ്പെട്ടത് ഒരിക്കൽ മക്കത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ മുമ്പിൽ മുത്തവീഫ്മാരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എന്നിട്ട് 2 മുസ്ലിയാക്കന്മാർ ഭയങ്കര തർക്കം. ഒന്ന് കൊടുവള്ളി KV അബ്ദുറഹ്മാൻ മുസ്ലിയാരക്കാർ, രണ്ടാമത്തത് പട്ടിക്കാട് മുതൽ കിടങ്ങാഴി അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അത് സ്ത്രീകളുടെ മുഖം മറക്കുന്നത് സംബന്ധിച്ചുള്ള മസലയിൽ അവർ തർക്കം കൂടി ഒച്ചപ്പാടായി നിൽക്കുമ്പോൾ ഞാനവിടെ പെട്ടെന്ന് ഇറങ്ങി വന്ന് ഞാൻ എനിക്കറിയുന്നത് ഞാനും പറഞ്ഞ് അവസാനം ഈ മുഹമ്മദ് മുസ്ലിയാരത്ത് പോയി തുറപ്പെടുത്തി നമ്മളൊന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാനും മൂപ്പരുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടായത്. അങ്ങനെ എന്നോട് പറഞ്ഞ് നിങ്ങൾ ഈവാഹ് മുന്നിൽ വെക്കണം, ഈവാഹ് വെക്കാണ്ട് തീർത്ത് നടത്തണ്ട,
വിവാഹം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് മസലയും പറയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അൽഹംദുലില്ലാ ഹജ്ജിൻ്റെ സമയം വരെ ഞാൻ ദിവസം നടത്തി 1 മാസവും 4 ദിവസവും. രണ്ടാമത്തെ പിന്നെ ഒരു കൊല്ലം 74-ലാണ്. അന്നും 1 മാസം 30 ദിവസം ഞാൻ ദിവസം നടത്തി ഹറം ശരീഫിൽ. പിന്നെ നേരത്തെയുള്ള പെർമിഷൻ്റെ കോപ്പിയുള്ളതിനാൽ ഇതിന് പ്രയാസമല്ല. അത് മുകളിൽ കൊടുത്തയച്ച് അതിലൊപ്പിടിച്ച് വന്ന് പെർമിഷനായി. ഷെയ്ഖ് താഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. അയാൾ ഹറമിൻ്റെ മേൽനോട്ടക്കാരൻ. അയാൾ 1-ാം നമ്പർ ഷാഫിഈ മദ്ഹബുകാരനാണ്. അയാൾ എന്നോട് പറയും, നിങ്ങളെപ്പോഴും ദർസ് നടത്തുമ്പോൾ എന്ത് ചോദ്യം വന്നാലും ഈളാഹ് മുമ്പിലുണ്ടായിക്കൊള്ളണം, എന്നാൽ പിന്നെ ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല, അതിവിടെ അംഗീകരിച്ച കിതാബാണ്. അങ്ങനെ ആ ഈളാഹ് വെച്ചുകൊണ്ടാണ് മസല ഹജ്ജിൻ്റെ മസലയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് 1 മാസം അവിടെ ദിവസം നടത്താനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മദീനത്ത് റൗള ശരീഫിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി ഒരാളെ കൊണ്ട് ഓതാനുള്ള ഭാഗ്യം കിട്ടി. ഷെയ്ഖ് മെഹ്വാർ ബുഖാരി തീർച്ചെടുത്തുന്ന ആളായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിനെ കൊണ്ട് ഓതി. രണ്ടാമത്തെ ദിവസം അന്ന് ഞാൻ വായിച്ചത് കേട്ടപ്പോൾ 2-ാമത്തെ ദിവസം നിങ്ങൾ ഇവിടം വരെ വായിക്കണമെന്നായി 2 പേജ് ഒന്നായിട്ട് ബുഖാരി ഞാൻ ദർസ് നടത്തുന്നത് പോലെയാക്കി എന്നെക്കൊണ്ട് വായിപ്പിച്ചു. മദീനത്ത് റൗള ശരീഫിൽ വെച്ചിട്ട് മബൈൽ ഖബരി വൽ മിമ്പരി എന്ന ആ സ്ഥലത്തിൻ്റെ ഇടയിലുള്ള ഒരു തൂണിൻ്റെ അടുത്ത് വെച്ച് മദീനയിൽ ഒരു ദിവസം മാത്രം ഈ ഹദീസുകൾ വായിക്കാനും തൗഫീക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കബൂൽ ചെയ്യട്ടെ. ഉസ്താദന്മാരുടെ പൊരുത്തം, മഹാന്മാരുടെ ആശീർവാദം, ഇതെല്ലാം കൂടിയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ മക്കത്തെ ഹറമിൽ ദർസ് നടത്തി, മദീനത്തെ ഹറമിൽ ദർസ് നടത്തി, നാട്ടിൽ 60 കൊല്ലത്തിലധികം ബുഖാരി ദർസ് നടത്തി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്തിരുന്നു കൊണ്ട് ദർസ് നടത്തി. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ജോർഡാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദ്റത്തിൽ വെച്ച് ജോർഡാനികളായ ആ നാട്ടുകാർ അവർ അമ്മാനിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ ദൂരെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളിൽ നിന്ന് ഒരു ഹദീസ് കേട്ട് ഇജാസത്ത് വേണം എന്ന് കരുതി വന്ന സംഭവമാണ് ഞാൻ ഉസ്താദിനോട് അടുത്ത് ചോദിക്കാൻ പോണത്. സാനിൽ ഖിബ്ലത്തൈനിയാണ് മസ്ജിദുൽ അഖ്സ. ബഹുമാനപ്പെട്ട ഉസ്താദ് 1-ലധികം വട്ടം ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ദിവസം ഇശാവിന് ശേഷം ഉസ്താദ് ദർസ് നടത്തിയതിന് ശേഷം അതിൽ കൂടിയ ആ നാട്ടുകാരും അല്ലാത്തവരുമായ അറബികൾ സുബഹിക്ക് ഒന്നുകൂടി ഉസ്താദ് ദർസ് നടത്താൻ വരുമോ എന്ന് ചോദിച്ചൊരു അനുഭവമുണ്ട്. അങ്ങനെ ചോദിച്ചു. അൽഹംദുലില്ലാ സുബഹിക്ക് നമ്മൾ അൽ ഹദീസുൽ മുസൽസൽ ബിൽ അവലിയ, അതുപോലെ ഹദീസുൽ മഹബ്ബ തുടങ്ങിയ ഹദീസുകൾ ആ മസ്ജിദുൽ അഖ്സയുടെ നടുവിൽ ഉസ്താദ്മാരൊക്കെ ദർസ് നടത്തുന്ന അതേ സീറ്റിലിരുന്നു കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തല്ലോ. അതിനും നിങ്ങൾ അവർക്ക് എന്നെ മനസ്സിലാക്കി കൊടുത്തു, പരിചയപ്പെടുത്തി എന്നുള്ളതായിട്ട് ചെയ്യാൻ വശമാണ്. അവിടുത്തെ നമ്മൾ മസ്ജിദ് ഇബ്രാഹിം ഖലീൽ മസ്ജിദുൽ ഖലീൽ പോകുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് ബസ്സുകാരന് നമ്മൾ തിരിച്ച് പിന്നെ വേറൊരു റൂട്ട് കൂടെ പോയി. ആ റൂട്ട് അവിടെ എത്തുമെന്ന് അയാൾക്ക് ഉറപ്പൊന്നുമില്ല. എങ്കിലും അതിൽ പോയി നമ്മളവിടെ എത്തി. അൽഹംദുലില്ലാ മസ്ജിദുൽ ഖലീലിൽ കയറി. അവിടെ നമുക്ക് പ്രസംഗിക്കാനുള്ള ചാൻസ് ഉണ്ടായി. നമ്മൾ പ്രസംഗിച്ചു മസ്ജിദുൽ ഖലീലിൽ. അന്ന് അപ്പോഴൊക്കെ
ഈ ഇസ്രായേലികളും പോലീസുകാരൊക്കെ നാല് ഭാഗത്തും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾക്കതൊന്നും പേടിയില്ല, നമ്മളറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുകയും അത് പറയുകയൊക്കെ ചെയ്ത് മസ്ജിദ് ഖലീലിൽ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സിയാറത്ത് ചെയ്ത് സാറ റളിയല്ലാഹു അൻഹയുടെ ആ ഖബറിൻ്റെ അടുത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അവരെയൊക്കെ കാണാനും നമുക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. വിദേശത്ത് വെച്ച് ബുഖാരി ദർസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും കൂടി. ഉസ്താദ് അവറുകളെ മലേഷ്യയിലേക്ക് അവിടുത്തെ പ്രധാനമന്ത്രി ദാത്തോശ്രീ അൻവർ ഇബ്രാഹിം സ്പെഷ്യൽ ഫ്ലൈറ്റ് കൊടുത്തയച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഉസ്താദിൻ്റെ ബുഖാരി ദർസ് വേണം എന്നവർ പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അവിടെ ദർസ് തുടങ്ങിക്കൊടുത്തു പോന്നു. തുടങ്ങിക്കൊടുത്ത് പോന്നു. ഇപ്പോൾ അതിൻ്റെ അവസാനത്തിൽ പോകണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തത്വത്തിലേക്ക് ഈ സ്ഥാനം കിട്ടിയത് നമ്മളിവിടെ വന്നിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ അധികാരിപ്പിച്ച് കൊടുത്തിട്ടാണ് എന്ന് അദ്ദേഹത്തിന് ഒരു വിശ്വാസം വന്നതിൻ്റെ പേരിലാണ് എനിക്ക് സ്പെഷ്യൽ ഫ്ലൈറ്റ് കൊടുത്തയക്കുകയും അതിലെന്നെ കൊണ്ടുപോയി അവിടെ എനിക്ക് ഈ അവാർഡ് തന്ന് തിരിച്ചിവിടെ തന്നെ എത്തിച്ചു തരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ ഒരു വിശ്വാസം വന്നതുകൊണ്ടാണ്. അതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഉസ്താദന്മാരുടെയും ശൈഖന്മാരുടെയും ബർക്കത്തും സ്നേഹവും തന്നെയാണ് അതിലൊക്കെ ഉള്ളത് എന്ന് ഞാൻ പ്രത്യേകമായി മനസ്സിലാക്കുകയാണ്. ഷെയ്ഖ് മടവൂർ CM വലിയുള്ളാഹിയുടെ നിയന്ത്രണവും അവരുടെ നോട്ടവും നമുക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അവർ എൻ്റെ ജ്യേഷ്ഠനും അവരും കൂടി മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ബിച്ചാരി ഉസ്താദിൻ്റെ അടുത്ത് ഓതുകയായിരുന്നു. അക്കാലത്താണ് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടത്. അതിനുശേഷം പിന്നെ അവർ ബാക്കിയാത്ത് സ്വാലിയാത്തിലൊക്കെ പോയി MFB ബാക്കവി ബിരുദമെടുത്ത് വന്ന് അതിനുശേഷം പിന്നെ മദീനത്ത് പോയി സിയാറത്ത് ചെയ്തു വന്നതിന് ശേഷമാണ് ഈ ഹാലത്തുകളൊക്കെ മാറിക്കണ്ടത്. ഏതായാലും അവർ വലിയ മഹാനായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ നിയന്ത്രണവും തദ്ബീറും അന്നും ഇന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല അവരെയും നമ്മളെയും എല്ലാം റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി തിരുമാറാകട്ടെ. ഉസ്താദിൻ്റെ ജീവിതം നിരന്തരം യാത്രകളുടേതാണ്. ഓരോ യാത്രയും ഒരു പുസ്തകം തന്നെ എഴുതിയാലും തീരാത്ത അനുഭവങ്ങളുടേതാണ്. ഈ ഒരു ഇരുത്തത്തിൽ നമുക്ക് ഉസ്താദിൻ്റെ മുഴുവൻ യാത്രകളെയും ഒതുക്കി വെക്കാൻ സാധ്യമല്ല. പ്രേക്ഷകരെ, ഇൻഷാ അല്ലാഹ് അടുത്ത് നമുക്ക് കൂടുതലായി ഉസ്താദിൻ്റെ മറ്റ് യാത്രകളും ആ അനുഭവങ്ങളും പങ്കുവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ജനങ്ങൾക്ക് ഉപകാരമാണ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ സമയത്തെ അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നീക്കി വെക്കുന്നതാണ്. നമുക്ക് രണ്ടുപേർക്കും ഇനിയും ഇരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.